സേവ് യൂണിവേഴ്സിറ്റി ഫോറത്തിന്റെ പ്രതിനിധിയായ RS ശശികുമാർ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ RS ശശികുമാർ, എന്താണ് കേരള സർവകലാശാലയിൽ സംഭവിക്കുന്നത്? രജിസ്ട്രാർ ഒരു തവണ സസ്പെൻഷനിൽ പോകുന്നു, VC സസ്പെൻഡ് ചെയ്യുന്നു, അത് കഴിഞ്ഞ് സിൻഡിക്കേറ്റ് യോഗം തിരിച്ചെടുക്കുന്നു. ഇപ്പോൾ ഇതാ വീണ്ടും ഗവർണർ റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് വൈസ് ചാൻസലറോട്. എങ്ങനെയാണ് ഇന്നലത്തെ സിൻഡിക്കേറ്റ് യോഗത്തിൽ രജിസ്ട്രാറുടെ സസ്പെൻഷൻ റദ്ദായത് എന്ന്? ശരിക്കും എന്താണ് ഇനിയിപ്പോൾ കോടതിയിൽ ഈ കേസ് പരിഗണിക്കുമ്പോൾ രജിസ്ട്രാർ എന്തു പറയും? ഞാൻ സസ്പെൻഷനിലല്ല എന്ന് പറയുമോ? അങ്ങനെ ഒരു നിയമ സാഹചര്യമാണോ നിലനിൽക്കുന്നത്? 88 വർഷം പഴക്കം ചെന്ന കേരള സർവകലാശാലയിൽ നടക്കുന്നത് വളരെ ദൗർഭാഗ്യകരമായ സംഭവങ്ങളാണ്. വാസ്തവത്തിൽ ഈ കോടതിയുടെ പരിഗണനയിരിക്കുന്ന വിഷയം ഒരിക്കലും സിൻഡിക്കേറ്റ് ചർച്ച ചെയ്യാൻ പാടില്ല എന്ന ഡോക്ടർ സിസ്താ തോമസിന്റെ തീരുമാനം വളരെ ശരിയാണ്. പക്ഷേ അതിനുശേഷം അവർ യോഗം ചേർന്നു എന്ന് പറയുന്നു. ഇങ്ങനെ യോഗം ചേരാൻ ആർക്കധികാരം? അങ്ങനെ യോഗം ചേരുവാണെങ്കിൽ AK സെന്ററിൽ നാളെ യോഗം ചേർന്നിട്ട് സിൻഡിക്കേറ്റ് തീരുമാനം എന്ന് പറയാമല്ലോ. അങ്ങനെ കൂടി തീരുമാനിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പഴയ സസ്പെൻഷൻ നിൽക്കുന്ന കോടതിയുടെ പരിഗണിക്കുന്ന കേസിരിക്കുന്ന രജിസ്ട്രാർ ജോയിൻ ചെയ്തു എന്ന് പറയുന്നത് വളരെ വിചിത്രമാണ്. ഇത് ശുദ്ധ വിവരക്കേടാണ്. എന്തായാലും ഒരു കാര്യം പറയാം, കേരള സർവകലാശാല ഇന്ന് അക്ഷരാർത്ഥത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഗുണ്ടാ സംഘമാണ്. സിൻഡിക്കേറ്റിലെ ക്രിമിനൽ സ്വഭാവമുള്ള 50ഓളം ക്രിമിനൽ കേസുകൾ പ്രതികളായ 2-3 സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ നിയന്ത്രണത്തിലാണ് സർവകലാശാല. ആ സർവകലാശാല സിൻഡിക്കേറ്റിൽ അവിടെ നിയമപ്രകാരം കാര്യങ്ങൾ നടത്തുമ്പോൾ അതിനെതിരെ എടുത്തേക്കുന്ന ഈ തീരുമാനങ്ങൾ യാതൊരു കാരണവശാലും കോടതി അംഗീകരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കോടതിയെ ധിക്കരിക്കലാണ് എന്ന നിലപാടിലേക്ക് കോടതി പോകുവാനുള്ള സാധ്യതയുമുണ്ടല്ലേ? കാരണം കോടതി പരിഗണിച്ച് തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അതിനിടെ സിൻഡിക്കേറ്റ് യോഗം ചേർന്ന് രജിസ്ട്രാറെ തിരിച്ചെടുക്കുവാൻ തീരുമാനിച്ചു. അതെ, ഇന്ന് 11:30 മണിക്കാണ് കേസ് എന്നാണ് ഞാൻ അറിയുന്നത്. തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ വൈസ് ചാൻസലറുടെ അഡ്വക്കേറ്റ്, യൂണിവേഴ്സിറ്റി അഡ്വക്കേറ്റിനല്ല, പ്രത്യേക അഡ്വക്കേറ്റിനെ വൈസ് ചാൻസലർ ചുമതലപ്പെടുത്തിയാണ്. അദ്ദേഹം കോടതിയിൽ കാര്യങ്ങൾ പറയുമ്പോൾ തീർച്ചയായിട്ടും ഇത് കേട്ടുകേൾവിയുള്ളതാണോ? ഇത് ലക്ഷക്കണക്കിന് കുട്ടികൾ പഠിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി അല്ലേ? അക്കാര്യങ്ങളെ കുറിച്ച് ഒരു ചിന്തിക്കണ്ടേ? അപ്പൊ തികഞ്ഞ അനാർക്കി സർവകലാശാല ഉണ്ടാക്കി സർവകലാശാലയെ തകർക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയുള്ള നീക്കമാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ കൂടി ഉദ്ദേശത്തോടുകൂടി, അവരുടെ കൂടി ഒത്താശയോടുകൂടിയാണ് കുറെ ഹൂറിഗാൻസ് ആയിട്ടുള്ള സിൻഡിക്കേറ്റുകൾ നടക്കുന്നത്. തീർച്ചയായിട്ടും ശക്തമായ തീരുമാനം ഗവർണറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം. ചാൻസലർ നിലയിൽ സർവകലാശാലയെ രക്ഷിക്കാൻ ഇപ്പോൾ ഗവർണർക്ക് മാത്രമേ പറ്റുള്ളൂ. ശക്തമായ നടപടികൾ ഗവർണർക്ക് ഇപ്പോൾ അനധികൃതമായി ഇപ്പോൾ സർവകലാശാലയിൽ കയറിയിരിക്കുന്ന സസ്പെൻഡ് ചെയ്തിരിക്കുന്ന രജിസ്ട്രാറുടെ ഭാഗത്ത് ഒരു നടപടി വീണ്ടും ഉണ്ടാകണം. ഈ ജോയിന്റ് രജിസ്ട്രാർ ആയ ആളെ ഇമ്മീഡിയറ്റ് അവിടെ നിന്ന് സ്ഥലം മാറ്റണം. പുതിയ ആളിന് യൂണിവേഴ്സിറ്റി രജിസ്ട്രാറുടെ ചാർജ് കൊടുക്കണം. അതിനുശേഷം കോടതി വിധി വരട്ടെ. കോടതി വിധിയിൽ ഗവർണറെ ധിക്കരിച്ചില്ല എന്നും ഗവർണർക്കെതിരെ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റല്ല എന്നും കോടതി വിധിക്കുകയാണെങ്കിൽ അനിൽകുമാറിന്റെ രജിസ്ട്രാറായിട്ട് ജോയിൻ ചെയ്യാമല്ലോ. ഇപ്പോൾ ചെയ്തിരിക്കുന്ന മുഴുവനും തികഞ്ഞ ഹൂളിഗാനിസമാണ്. ഇത് യാതൊരു കാരണവശാലും കേരളത്തിലെ സർവകലാശാല അനുവദിച്ചു കൊടുക്കാൻ പാടില്ല. അത് ഒരു അക്കാദമിക് പ്രവർത്തന നിലയിൽ എനിക്ക് ദുഃഖമുണ്ട് ഇത്തരത്തിലെ ഒരു അവസ്ഥയിലേക്ക് കേരള സർവകലാശാല എത്തിച്ചേരുന്നത്. ശരി, നന്ദി ശ്രീ RS ശശികുമാർ. എന്തായാലും ഇക്കാര്യത്തിൽ കോടതിയുടെ നിലപാട് അതിനിർണായകമാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 11:30 കേസ് പരിഗണിക്കാനിരിക്കുകയാണ്. ചിലപ്പോൾ അല്പം കൂടി വൈകിയേക്കും. എന്നാലും എന്തായിരിക്കും കോടതി പറയാൻ പോകുന്നത്? ഇപ്പോൾ KS അനിൽകുമാർ രജിസ്ട്രാർ പദവിയിൽ തന്നെ ഇരിക്കുകയാണ്. പക്ഷേ ഇതേ അനിൽകുമാർ തന്നെയാണ് താൻ സസ്പെൻഷനിലാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഹർജി കോടതിയിൽ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ എന്തുകൊണ്ടാണ് സസ്പെൻഷനിൽ അല്ലാത്തത് എന്ന ചോദ്യം കോടതി ഉന്നയിക്കുമ്പോൾ സിൻഡിക്കേറ്റ് യോഗമാണ് തന്നെ തിരിച്ചെടുത്തത് എന്ന് അനിൽകുമാർ പറയുമ്പോൾ, അനിൽകുമാറിന്റെ അഭിഭാഷകൻ പറയുമ്പോൾ കോടതിയുടെ നിലപാട് എന്തായിരിക്കും എന്നത് വളരെ നിർണായകമായി മാറിയിരിക്കുകയാണ്. ഈ വാർത്തയിലേക്ക് തിരിച്ചു വരാം. കാരണം നാടകീയമായ സംഭവങ്ങളാണ് ഇതിൽ നടന്നുകൊണ്ടിരിക്കുന്നത്.